അക്രമസംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കാലിക്കറ്റ് സർവകലാശാല അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ക്ലാസുകൾ ഉണ്ടാകില്ല. ഹോസ്റ്റലുകൾ അടച്ചിടുമെന്നും വൈസ് ചാൻസലർ അറിയിച്ചു. സംഘർഷവുമായി ബന്ധപ്പെട്ട് 100ഓളം UDSF പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ സംഘർഷം ആരംഭിച്ചത്. യൂണിയൻ തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ ആരംഭിച്ചതോടെ UDSF SFI പ്രവർത്തകർ ചേരിതിരിഞ്ഞേറ്റുമുട്ടി. റിട്ടേണിംഗ് ഓഫീസർ ഒപ്പിടാത്ത ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കാൻ ശ്രമിച്ചുവെന്ന് UDSF പ്രവർത്തകർ ആരോപിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. വോട്ടെണ്ണൽ കേന്ദ്രത്തിനും പുറത്തും പ്രവർത്തകർ ഏറ്റുമുട്ടി. ക്യാമ്പസിന് പുറത്തുനിന്നും ആളുകളെത്തി. രാത്രി ഏറെ വൈകിയും സംഘർഷാവസ്ഥ തുടർന്നു. 20-ലധികം പ്രവർത്തകർക്കും പോലീസിനും പരിക്കേറ്റു. ബാലറ്റ് പേപ്പറുകളും നശിപ്പിക്കപ്പെട്ടു. ഇതോടെ വോട്ടെണ്ണൽ നിർത്തിവെക്കാൻ വൈസ് ചാൻസലർ നിർദ്ദേശിച്ചു. സംഘർഷ സാധ്യത തുടരുന്ന പശ്ചാത്തലത്തിലാണ് ക്യാമ്പസും ഹോസ്റ്റലും അടച്ചിടാൻ തീരുമാനമെടുത്തത്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുമാണ് നടപടിയെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ അറിയിച്ചു. സംഘർഷവുമായി ബന്ധപ്പെട്ട് 100ഓളം UDSF പ്രവർത്തകർക്കെതിരെ തേഞ്ഞിപ്പലം പോലീസ് കേസെടുത്തു. സംഘർഷത്തിൽ ഒരു പോലീസുകാരന് കണ്ണിന് ഗുരുതര പരിക്കേറ്റിരുന്നു. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.